കേരളത്തിന്റെ പേര് കേരളം നിന്ന് കേരളം ആക്കാനുള്ള നീക്കത്തിന് ഇത്ര വേഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാൻ കാരണമായത് രാജീവ് ചന്ദ്രശേഖറിന്റെ ശക്തമായ നേരിട്ടുള്ള ഇടപെടലാണ്. കേരള നിയമസഭ 2024 ജൂണിൽ പേരുമാറ്റത്തെ പിന്തുണച്ച് ഒരു പ്രമേയം പാസാക്കിയിരുന്നുവെങ്കിലും കേന്ദ്ര തലത്തിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വേഗം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയത് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെട്ടതിനു ശേഷമാണ്. വിഷയത്തിൽ ബിജെപിയുടെ പിന്തുണ വ്യക്തമാക്കിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ച് കാര്യം മുന്നോട്ട് കൊണ്ടുപോയതിന് പിന്നാലെയാണ് ഇത് വീണ്ടും ചൂടുപിടിച്ചത്. അതിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കത്തിനോട് അനുകൂലമായി പ്രതികരിച്ച് മറുപടി നൽകിയിരുന്നു. ഒടുവിൽ 2026 ഫെബ്രുവരി 24-ന് കേന്ദ്ര മന്ത്രിസഭ പേരുമാറ്റ പ്രക്രിയയ്ക്ക് അംഗീകാരം നൽകിയതും ഈ ഇടപെടലിന്റെ വലിയ നേട്ടമായി കാണാം. രാജീവ് ചന്ദ്രശേഖറിന് മോദിജിയോടും കേന്ദ്ര നേതൃത്വത്തോടും നേരിട്ട് കാര്യങ്ങൾ ഉയർത്തി വേഗത്തിൽ തീരുമാനമാക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് ഇത്. തിരുവനന്തപുരത്ത് ബിജെപിയുടെ കോർപ്പറേഷൻ വിജയത്തിനു പിന്നാലെ 2026 ജനുവരി 23-ന് നടന്ന മോദിജിയുടെ സന്ദർശനം പോലുള്ള സംഭവങ്ങൾ അടിവരയിടുന്നു. കേരളത്തിന്റെ കാര്യങ്ങൾ ഡൽഹിയിൽ ശരിയായ രീതിയിൽ നേരിട്ടെത്തിച്ച് ഫലം നേടാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള നേതാവിനെ നിയമം MLA ആയി നിയമസഭയിൽ എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരാം. അത് കേരളത്തിന് തന്നെ നഷ്ടമാകും. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള നേതാക്കൾ നിയമസഭയിൽ എത്തേണ്ടത് നമ്മുടെ നാടിന്റെയും ജനാധിപത്യത്തിന്റെയും പുരോഗതിക്ക് വളരെ അത്യാവശ്യമാണ്.